വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സെൻറ്റർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് നമുക്ക് പ്ലെയിൻ ഫോം ഷീറ്റ് ആവശ്യമാണ്, അതുപോലെ തന്നെ ഗിൽട്ടർ ഫോം ഷീറ്റ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യണത് ഈ പ്ലെയിൻ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ലെവൽ മീൻസ് അറ്റവും തലയൊക്കെ നമ്മൾ നേരെ ഒന്ന് കട്ട് ചെയ്ത് നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് എടുക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ ഓറഞ്ച് അതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ഫ്ലവറാക്കി എങ്ങനെ എടുക്കാമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ അത് കുഞ്ഞതായിട്ട് കട്ട് ചെയ്താൽ മതി, ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. എന്നിട്ട് പോലെ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയുക, ഈ ഫ്ലവറിൻ്റെയൊക്കെ പൂക്കളുടെ ഇതളുണ്ടല്ലോ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ചരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ രൂപത്തിൽ കിട്ടും. കുറച്ചുകൂടെ ഒന്ന് വീതി നീളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഫ്ലവർ കിട്ടും. ഇതിപ്പോൾ ഫ്ലവറാണോ എന്ത് തേങ്ങയെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അതൊരു ഇതിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരാവേശത്തിൽ കട്ട് ചെയ്തപ്പോൾ ഇത്ര ചെറുതായിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നീളവും വീതി കണ്ടു, ഇത് ഫ്ലവറാണെന്ന് മനുഷ്യന്മാർ കണ്ടാൽ പറയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വീതിയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീളത്തിലും വീതിയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലവർ തന്നെ ഇതിലൂടെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഫ്ലവർ വരച്ച് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് 4 സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം. ഇതിപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഫ്ലവറിൻ്റെ ഇത് തോന്നില്ലായിരിക്കും, പക്ഷെ നമ്മളിത് ഫ്ലവർ രൂപത്തിൽ എടുക്കാൻ കുറച്ചുകൂടെ ഒരു പണിയുണ്ട്. അത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ബ്ലൂവും അതുപോലെ തന്നെ ഓറഞ്ചും എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര എണ്ണം വേണം നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം ഇതിൽ ബ്ലൂ ആണ് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുന്നത്, അതാരണം ബ്ലൂ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അയൺ ബോക്സ് എടുക്കുക. അയൺ ബോക്സ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ഫോം ഷീറ്റിൻ്റെ ഈ ഫ്ലവർ ഉണ്ടല്ലോ, ഇത് ഓരോന്നായിട്ട് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ പ്രസ്സായിട്ട് അതെല്ലാം മീൻസ് അയൺ ബോക്സിൽ എല്ലാ ഇതളും ഇരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക പെൻസിൽ വെച്ചിട്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ഇതളും ഇരുന്നു, ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ഫ്ലവർ രൂപത്തിൽ നമുക്ക് കിട്ടും. എന്താ പറയുക, ഇങ്ങനെ ചുരുങ്ങി വരും. കണ്ടു, ഇതിപ്പോൾ ഒരു ഫ്ലവർ രൂപത്തിലായിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുഞ്ഞു ഫ്ലവറാണ് വേണ്ട. അപ്പോൾ നമ്മൾ ഉള്ള കയ്യിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ടൊന്ന് കുത്തിയിട്ട് ജസ്റ്റ് ഉള്ള കൈ ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇത്രയും ചെറിയ ഫ്ലവർ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ഓറഞ്ചും ബ്ലൂ എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെക്കുക, പെൻസിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ കുത്തുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, എല്ലാം ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളം കൈ ഒന്ന് മടക്കുക, എന്നിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് പെൻസിലും കൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നല്ലൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ കേട്ടോ. ഇപ്പം ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് ഉള്ളം കയ്യിൽ വെച്ചൊന്ന് മടക്കി കുത്തിക്കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഇതുപോലൊരു ഫ്ലവറിൻ്റെ ഇതിൽ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്തെടുക്കാം, ഏത് കളേഴ്സ് വേണമെങ്കിലും ചെയ്തെടുക്കാം, നിങ്ങളുടെ മോഡലിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ആക്ച്വലി എനിക്കിപ്പോൾ ഒരു ഓർഡർ വന്നതാണ്. ഞാൻ ഓൾറെഡി ചെയ്തത് ഓർഡർ വന്നതാണ്. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള ആ ഒരു കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ തന്നെ കാണിച്ചു തരുന്നത്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ സെയിലായില്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്യുന്നത്? സെയിലായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ? എനിക്ക് 2 പെൺകുട്ടികളല്ലേ, ഞാൻ അവർക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ സെയിലായില്ല എന്ന് പറഞ്ഞിട്ട് 1 മാസം ഒരാഴ്ച കൊണ്ടൊന്നും നമ്മളെടുത്ത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമുക്ക് മെല്ലെ സെയിലാവും. അത്യാവശ്യം ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാൻ പിള്ളേർക്ക് കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ. അപ്പോൾ അവർ കണ്ട് വേണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ അവർക്ക് കൊടുക്കും കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ കൊടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങിക്കും. നിങ്ങളുടെ മക്കളെ ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ അങ്ങനെ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ പ്ലെയിൻ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഫോം ഷീറ്റ് നമുക്ക് ഇതുപോലെ ഗിൽട്ടർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫുൾ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ സിൽവർ കളറും അതുപോലെ തന്നെ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഇത് ആക്ച്വലി നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പോണത്. ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ആദ്യം യെല്ലോ കട്ട് ചെയ്തു, പിന്നെ നമ്മൾ സിൽവർ കട്ട് ചെയ്യും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളവും വീതിയൊക്കെ കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആദ്യം നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വില കൂടിയ ഐറ്റംസിൽ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പൈസ ആദ്യം നിറയെ മുടക്കരുത് കേട്ടോ. കുറച്ച് മുടക്കിയിട്ട് നിങ്ങൾ ആദ്യം യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ആയി നിങ്ങൾക്ക് സെയിൽ ചെയ്യാന്നുള്ള മനസ്സിലൊരിതുണ്ടാവുമല്ലോ, അപ്പം മാത്രമേ നിങ്ങൾ നല്ല പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് ചെയ്യാവൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടം വരും.
അപ്പോൾ നമ്മളിത് മൂന്നും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 സിൽവർ ഫ്ലവറും 1 യെല്ലോ ഫ്ലവറും ആണ് ഞാൻ ചെയ്യാൻ പോണത്. ഇത് എവിടെ പോയി ഞാൻ ഫോണും വെച്ചിട്ട് ആക്ച്വലി ഞാനത് എവിടെ പോയതാണ്, സോറി. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ മടിച്ചിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്യാതിടണേ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഗ്ലൂ ഗണ്ണ് എൻ്റെ സ്വിച്ച് ബോർഡ് 1 കിലോമീറ്റർ അകലെ ആയതുകൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ട് മീൻസ് താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ബാക്കിൽ ഇത് ക്വാളിറ്റി ഉള്ള ഫോം ഷീറ്റാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഇത് എന്താണ് പശ ഉണ്ടല്ലോ, അതിൽ ആ സ്റ്റിക്കർ ആദ്യം റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ പശയൊക്കെ നമ്മളൊന്ന് എടുത്ത് കളയണം കേട്ടോ. അതിന് ശേഷം നമ്മൾ താഴെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ അതിൻ്റെ പശയൊക്കെ നന്നായി റിമൂവ് ചെയ്ത് കിട്ടും. ഇതാരും എൻ്റെ അടുത്ത് ചോദിച്ചു, ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, പക്ഷേ വീഡിയോ കാണാതെ തന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് തോന്നാവുന്ന ഡൗട്ട്സും മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും എല്ലാ വീഡിയോയിലും ഞാൻ മെറ്റീരിയൽസിൻ്റെ കാര്യം അടക്കം പറയേണ്ടത്, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് റീസെല് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതുപോലെ റീസെല് ചെയ്യാൻ വേണമെങ്കിൽ തരാം കേട്ടോ. അപ്പോൾ റീസെല് ചെയ്യുന്ന സമയത്ത് എൻ്റെ പേര് വെച്ചിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ പേരും നിങ്ങളുടെ ലോഗോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ സെയിൽ ചെയ്തോളാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമ്മൾ മുടി നമ്മളെങ്ങനെ പിന്നെ 3 എണ്ണമായിട്ടല്ലേ പിന്നെ, അതുപോലെ നമ്മളിത് 3 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോണത്. 3 ഇഴ മുടിയാണെങ്കിൽ നമ്മൾ 3 ഇഴ എന്നല്ല പറയുള്ളൂ, അതുപോലെ ഇതും 3 ഇഴ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ നമ്മളിങ്ങനെ 3 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. എല്ലാ വശവും ഒരുപോലെ കട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് എന്താ പറ്റിയെന്ന് അറിയാം, എനിക്ക് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. പക്ഷേ നമ്മളിത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ നീളം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, ചെയ്ത് വരുമ്പോൾ ഭംഗിയുണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിട്ടു കേട്ടോ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ വരെ കട്ട് ചെയ്ത് പോരുത്, കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നിങ്ങൾ ഇതുപോലെ 3 എണ്ണമായി കട്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ നമ്മൾ മുടി പിന്നില്ലേ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിന്നി കൊടുക്കുക കേട്ടോ. അധികം പിന്നീട് ഇങ്ങനെ പിന്നുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞും കുളഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിക്കുക. ഓക്കെ, ഇങ്ങനെ വലിച്ചിട്ട് വീണ്ടും പിന്നി കൊടുക്കുക. അപ്പോൾ അത് വീണ്ടും വളഞ്ഞു പോകും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ല നിങ്ങൾക്ക് റൈറ്റിംഗ് പാഡോ, അതിനാണ് ഞാൻ ആക്ച്വലി റൈറ്റിംഗ് പാഡ് എടുത്ത് വെച്ചത്. പിന്നെ എനിക്ക് തോന്നി റൈറ്റിംഗ് പാഡിൻ്റെ ആവശ്യമില്ല എന്ന്. ഇല്ലെങ്കിൽ റൈറ്റിംഗ് പാഡ് ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വലിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിക്കരുത്, ഒരുപാട് വലിച്ചാൽ അത് പൊട്ടിപ്പോകും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഇതേപോലെ ഒരുപാട് വലിച്ചിട്ട് ഒറ്റ പൊട്ടിൽ എൻ്റെ ഷീറ്റും വേസ്റ്റായി, ടൈമും വേസ്റ്റായി, എല്ലാം വേസ്റ്റായി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഒരു വേസ്റ്റ് സാധനത്തിൽ ചെയ്ത എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ നല്ല മെറ്റീരിയൽസിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ നല്ല മെറ്റീരിയൽസിൽ യൂസ് ചെയ്തതിൻ്റെ എത്ര മെറ്റീരിയൽ വേസ്റ്റായി എന്നറിയോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. നമുക്ക് പൈസയും നഷ്ടമാണ്, നമ്മുടെ മനസ്സിനൊരു വിഷമമാണ്, നമ്മുടെ സമയം നഷ്ടമാണ്. പിന്നെ പഠിക്കുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ എടുത്തിട്ട് ഇതിൻ്റെ എൻഡിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ആക്ച്വലി ഫെവി ബോണ്ട് ഓക്കെയാണ്. ഇങ്ങനൊന്ന് മടക്കി കൊടുക്കുക, ഇതിൻ്റെ എൻഡൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇത് ഈ 8000 വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം ഇരിക്കുമൊന്നുമില്ല, നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും നമുക്ക് അത്രയും സമയം. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് പോകാം. ഫെവി ബോണ്ട് ആണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും കേട്ടോ. എനിക്ക് ഈ ഗ്ലൂ ഗണ്ണിന് സത്യം പറയാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാതിരി കണ്ടോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ കണ്ടില്ലേ ഒരു വൈറ്റ് നൂല് പോലെ, അതുപോലെ വരും. എനിക്കിത് പിടിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ആ നൂല് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലെ ചെയ്യും. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നമ്മുടെ ആ റൗണ്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ ഈ എക്സ്ട്രാ കോല് പോലെ നിൽക്കുന്ന ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു റോസ് ഫ്ലവർ ആണെന്ന് വേണമെങ്കിൽ പറയാം. റോസ് ഫ്ലവർ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ യെല്ലോയും ചെയ്തെടുക്കണം. അതുപോലെ തന്നെ വേറൊരു സിൽവറും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ യെല്ലോ ആണ് ഇനി ചെയ്തെടുക്കാൻ പോകുന്നത്. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് 3 ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം മുടി പിന്ന പോലെ പിന്നി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റോൾ ചെയ്ത് കൊടുക്കുക. അത്ര തന്നെയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് വന്നിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്, ഞാൻ ഇവിടെ ഹോൾസെയിലായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ റിച്ചി സ്ട്രീറ്റിൽ നിന്നാണ് എടുക്കുന്നത്, ചെന്നൈയിൽ നിന്ന് കേട്ടോ. ഞാനിവിടെയാണ് ഉള്ളത്. മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി ചെന്നൈക്ക് വരുന്നവർ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ബിക്കോസ് നമുക്കിപ്പോൾ ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റ് എടുക്കാനൊന്നും നിങ്ങൾ റിച്ചി സ്ട്രീറ്റിലേക്ക് വരരുത് കേട്ടോ. കുറച്ച് അത്യാവശ്യം ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം, നമ്മൾക്ക് യാത്ര ചിലവ്, ക്ഷീണം എല്ലാം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാനിവിടെ ഉള്ളത് കാരണം ഞാൻ ഇവിടെ നിന്ന് എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യുക, എൻ്റെ ഒരുപാട് കട്ട് ചെയ്ത് എൻ്റെ കുറച്ചൊന്ന് ബാക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് മുടി പിന്നണ പോലെ പിന്നെ കൊടുക്കുക കേട്ടോ. മുടി പിന്നാൻ എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, നമ്മളിങ്ങനെ പിന്നണ സമയത്ത് അതിങ്ങനെ മടങ്ങി വരും. അപ്പോൾ ദേഷ്യമൊക്കെ വരും. പിന്നെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ ശരിയാവും. അതിനെന്ത് ചെയ്യാൻ പറ്റും, പാവം അതിൻ്റെ മെറ്റീരിയൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ.
അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പിന്നി എടുക്കുക കേട്ടോ. ഒരുപാട് വലിക്കരുതേ, പൊട്ടിപ്പോവുക. ഇങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് എന്താ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നിവർന്നിരിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുക കുറച്ചുകൂടെ വലിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ വലിച്ച് പൊട്ടിപ്പോയത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണത് അങ്ങനെ വലിക്കരുതെന്ന് കേട്ടോ. നമ്മൾ ഫുള്ള് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്തതിന് ശേഷം എൻഡിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ, കുറച്ച് എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ അതിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക്. ലെങ്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും സ്കിപ്പ് ചെയ്ത് ഞാൻ ഇടയിൽ പറയുന്ന പോയിൻ്റൊക്കെ പോകുന്നുണ്ട്. ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ കട്ട് ചെയ്യാതെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സിൽവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഇപ്പോൾ ഈ റോസ് പോ ചെയ്യുന്നത് സിൽവർ മാത്രം കാണിച്ചു, ഒരെണ്ണം മാത്രം ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ബാക്ക് അടിച്ച് കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബാക്ക് അടിച്ച് കണ്ട് നിങ്ങളുടെ സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരേ ഡിസൈൻ തന്നെ ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യെല്ലോ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ അപ്ലൈ ചെയ്താൽ മതിട്ടോ. കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ തനി സ്വഭാവം കാണിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂല് പോലത്തെ സംഭവമൊക്കെ എന്താ പറയുക, ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ പറ്റും, വിസിബിളായിട്ട് കാണാൻ പറ്റും. ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ ചില ഗ്ലൂ ഗണ്ണൊക്കെ ഓവർഫ്ലോ ആയിരിക്കും, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, ടക്കെന്ന് വേഗം ആക്കുക. ബിക്കോസ് എൻ്റെ ഗ്ലൂ ഗണ്ണും ഓവർഫ്ലോ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സെൻറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നൊരു സെൻറ്റർ ക്ലിപ്പാണ്. ഇതിൽ ഇതിലൊരു ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡിസൈൻ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് അതിൽ തന്നെ നമ്മൾ വേറെ ഡിസൈനാണ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഓക്കെ, അത് ഞാൻ ഫെവി ബോണ്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു യെല്ലോഷ് കളർ വന്നതുണ്ടോ. ഇനി നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ആ ക്ലിപ്പിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ സെൻറ്റർ ക്ലിപ്പിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഫെൽറ്റ് ഷീറ്റ്. അതിനുശേഷം നമുക്ക് സെൻറ്ററിലായിട്ട് കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാം കേട്ടോ. ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഫെവി ബോണ്ട് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, അപ്പം തന്നെ ഒട്ടിക്കിട്ടും. നിങ്ങൾക്ക് ഇനി ഈ ഡിസൈൻ എവിടെയാണോ വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വിചാരിക്കും ഈ 2 സൈഡും സിൽവർ വെക്കാനാണെന്ന്. 2 സൈഡും സിൽവർ വെക്കാനല്ല പോണത്. നമ്മൾ ഇതുപോലെ ഈ ആഷ് കളർ ഉണ്ടല്ലോ, ഈ ആഷ് കളർ ഫ്ലവർ നമ്മൾ 2 സൈഡും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ആക്ച്വലി അത് വെച്ചതിൻ്റെ പ്ലേസ് ശരിയായില്ല കേട്ടോ. അതോടെ ഞാൻ കുറേ പ്രാവശ്യം ഒട്ടിക്കുന്നുണ്ടെന്ന് തോന്നണു. അപ്പോൾ ഇതുപോലെ 2 സൈഡും വെച്ച് കൊടുക്കുക. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ അറ്റത്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കാണുന്നില്ലല്ലോ പൂവിൻ്റെ സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, അതെടുത്തിട്ട് ചരിച്ച് വെച്ച് കൊടുത്തു. ചരിച്ച് വെച്ച് കൊടുത്താൽ കാണുമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ ഓറഞ്ച് ബ്ലൂ ഒക്കെ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇപ്പം ഞാൻ ആ റോസ് ഫ്ലവർ എടുത്തിട്ട് ചരിച്ച് വയ്ക്കും. നമ്മൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്കൊക്കെ പറ്റും, സ്വാഭാവികമാണ്. അതിനൊന്നും നമ്മൾ ആരെയും കുറ്റം പറ്റ കാര്യമില്ല. പിന്നെ നെയിൽ പോളിഷ് ഞാൻ ഇടാൻ മറന്നുപോയി ഗൈസ്. എനിക്ക് വയ്യ നെയിൽ പോളിഷ് ഇടാൻ. എനിക്ക് നെയിൽ പോളിഷ് ഇടുന്നത് പറഞ്ഞാൽ ഇതുപോലൊരു മടി വേറെ ഇല്ല കേട്ടോ. ഇനി നഖം കണ്ടിട്ട് ആ നെയിൽ പോളിഷെങ്കിലും മര്യാദയ്ക്ക് ഇട്ടൂടെ, കയ്യത്തിന് വൃത്തിയാക്കി വെച്ചോടൊന്നും ചോദിക്കരുത്. എനിക്ക് വേറെ ഒരുപാട് പണികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നെയിൽ പോളിഷ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുക, അങ്ങനെയുള്ളതിനൊന്നും അധികം സമയം കളയാറില്ല. അത്യാവശ്യം വല്ലപ്പോഴും മാത്രമാണ്, വല്ല വീഡിയോസൊക്കെ ചെയ്യാനാണെങ്കിൽ മേക്കപ്പ് ചെയ്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂ ഗണ്ണ് ആക്ച്വലി ചൂടായിട്ടില്ല, കുറച്ചേ ചൂടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഒട്ടാൻ പ്രയാസമായിരിക്കും, വേഗം പെറുതരും. അപ്പോൾ ഗ്ലൂ ഗണ്ണ് നന്നായി ചൂടായതിന് ശേഷം മാത്രം ഞങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ. കണ്ടോ, എനിക്ക് കയ്യിലൊക്കെ ഈ വൈറ്റ് കളർ കണ്ടോ, നൂലൊക്കെ ഞാൻ ഇപ്പോൾ പെറിച്ച് കളഞ്ഞത് അതുപോലെ വന്നു. എനിക്ക് ഇതുപോലൊരു ദേഷ്യം വരാനില്ല എനിക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം ചെറിയൊരു ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ പറ്റിയെന്നറിയില്ല, നമ്മൾ ആവശ്യത്തിന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉടായ്പകളൊക്കെ കയറി വരും. അന്ന് ഞാൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം നീറ്റായിട്ട് നേരെ വന്നു. ഇന്ന് എന്നെ ഇട്ട് ചിറ്റിക്കുകയാണ് ഈ ക്ലിപ്പ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്ലൂവും ഓറഞ്ചും പ്ലെയിൻ ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സൊക്കെ നമ്മളിങ്ങനെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒരു സൈഡിൽ വെച്ചാൽ ഭംഗി കിട്ടാൻ കുറവാണ്, ഭംഗി കിട്ടാൻ സാധ്യത കുറവാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതെന്താണെന്നറിയില്ല, ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരിക എന്ന് വെച്ചാൽ കോട്ടോ ഇട്ടുകൊണ്ടിരിക്കുക, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും നന്നായിട്ട് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഫെവി ബോണ്ടാണെങ്കിൽ ആക്ച്വലി നിൽക്കും, പക്ഷേ ഈ 8000 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പം ആ കുന്തം നിൽക്കില്ല. ആ കുന്തം കുറച്ച് നേരം നമ്മൾ പിടിച്ച് നിൽക്കേണ്ടി വരും. എനിക്ക് അത്രയ്ക്കുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് അങ്ങോട്ട് ചെയ്തു. പിന്നെ ഇത് അധികം ഈ ഗ്ലൂ ഗണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് അറിയില്ല കേട്ടോ.
ഇത്തിരി കട്ടി കൂടിയ ഗ്ലൂഗൺ സ്റ്റിക്കർ. എൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പോവില്ല എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. ആക്ച്വലി ഈ ഗ്ലൂഗൺ ആളാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അവരുടെ ഓഫീസിൽ ആണ് കേട്ടോ എനിക്ക് എടുത്തോട്ട് തന്നത്. അപ്പോൾ എൻ്റെ ആൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് കേടുവന്നു എന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് തന്നു. എൻ്റെ കുഞ്ഞതായിരുന്നു, ഇത് കുറച്ച് വലുതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നില്ല എൻ്റെ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ആളിത് കൊണ്ടുവന്ന് എനിക്ക് ട്രാൻസ്പെറൻ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂവിനെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഒട്ടും. അവർ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറാണ്. R&Dയിൽ വർക്ക് ചെയ്യണം. ചെന്നൈയിൽ NSC എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പോളൻ ഉണ്ടല്ലോ, സിൽവർ കളർ പോളൻ, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടുവോ, കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കഷ്ടകാലം ഇല്ല ഗൈസ്. ഞാൻ അത് വലിച്ച സമയത്ത് അതിൻ്റെ ആ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈൻ മാത്രമായിട്ട് പേർന്ന് നിന്നു, നൂല് അവിടെ നിന്നു, എൻ്റെ പോളൻ വേസ്റ്റായി. എന്താണെന്നറിയില്ല, ഇനി തണുപ്പ് എന്തെങ്കിലും തട്ടിയിട്ടാണോ എന്നറിയില്ല കേട്ടോ. നമ്മൾ പോളൻ എങ്ങനെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ തോന്നില്ല, അവിടെയൊക്കെ നിങ്ങൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പോളൻ നമ്മൾ ഇങ്ങനെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബ്ലൂ കളർ ഉണ്ടല്ലോ, ബ്ലൂ കളറോ ഇല്ലെങ്കിൽ സിൽവറോ യെല്ലോ കളർ പോളനൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഓറഞ്ചൊക്കെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ സിൽവറാണ് ആഡ് ചെയ്യണത്. ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഓർഡർ കിട്ടിയതാണ്. ഓർഡർ കിട്ടിയത് കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. മീൻസ് അവർ സെലക്ട് ചെയ്ത ഡിസൈൻ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ ചെറുതായിട്ട് നമ്മുടെ അടുത്ത് ചിലവരൊക്കെ പറയും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ വരുത്താമെന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റേതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് അവർക്ക് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോളനൊക്കെ ഇങ്ങനെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് ചെയ്യുക. ഈ പോളൻ കൊടുക്കണത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 8000 ആഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഇടയിലാണല്ലോ കൊടുക്കുന്നത്. വീണ്ടും ഞാൻ ഫോൺ വെച്ചിട്ട് പോയി, ഇല്ല വന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, പോളൻ വേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ബാലൻസ് വേറെ എടുക്കാൻ പോയത് കേട്ടോ. നമ്മൾ പോളൻ്റെ പകരം നിങ്ങൾക്ക് ബീഡ്സ് ആഡ് ചെയ്യാം കേട്ടോ. ബീഡ്സ് ആഡ് ചെയ്തെല്ലാം കുറച്ച് നന്നായിട്ടുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ടിയാരയൊക്കെ ചെയ്യില്ല, അതുപോലെ മോഡൽസിൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുത്താൽ നന്നായിട്ടുണ്ടാവും കേട്ടോ കാണാൻ. ബീഡ്സ് വെച്ചിട്ടുള്ള സെൻറ്റർ ക്ലിപ്പ് ഞാൻ എന്തായാലും പിന്നൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം വന്നിട്ട്, മിക്കവാറും ഒരു 2 ആഴ്ചയ്ക്ക് നമുക്ക് വീഡിയോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ ആഴ്ച ഒരു സാറ്റർഡേ വരെ വീഡിയോ ഉണ്ടാവുള്ളൂ, ശനിയാഴ്ച വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ആരും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്കും ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോളനൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബീഡ്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എവിടെയെന്നറിയാം, ഈ ബ്ലൂവും അതുപോലെ തന്നെ ഓറഞ്ചും ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത്. ഇത് കണ്ടു, ഈ നാര് ഇതെടുക്കുന്ന സമയത്ത് എനിക്ക് വന്ന ദേഷ്യം. കാരണം നമുക്ക് ഒരു നീറ്റ്നെസ് കിട്ടില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. എക്സ്ട്രാ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൈ കൊണ്ട് വലിച്ചാലേ അത് വരും കേട്ടോ. ചിലതൊക്കെ വരാതിരിക്കുന്ന സമയത്ത് ദേഷ്യമൊക്കെ വരും. സോറി കേട്ടോ, ഒരു കോൾ വന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ എക്സ്ട്രാ വരുന്ന ആ സംഭവം മറ്റേ ആ ഗ്ലൂ ഗണ്ണിൻ്റെ ആ നൂലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ഈ ബ്ലൂയിലേക്കും ഓറഞ്ചിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ആക്ച്വലി ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഞാനൊരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെയാണ് ഞാൻ ഓർത്ത് അയ്യോ അവർ ഓർഡർ ചെയ്താൽ മീൻസ് ബീഡ്സ് ആണല്ലോ ഉണ്ടായിരുന്നത് എന്ന് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ബീഡ്സ് ആണ് ഒട്ടിച്ച് കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം റിമൂവ് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കണ്ടു, ഇതൊരു മറ്റേ സ്റ്റോണിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആക്ച്വലി അത് കാണിച്ചു തരാം, ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ സ്റ്റോൺ ഷീറ്റ് നമ്മൾ സിംഗിളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ എടുക്കണത് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോൺ സിംഗിളായിട്ട് കിട്ടുമല്ലോ, അത് ഒട്ടിച്ച് കൊടുക്കാം. ഇത് പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമൊക്കെ വരും, അത് ഭയങ്കര വൃത്തിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബീഡ്സാണ് ഇപ്പോൾ സെൻറ്ററിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് കളർ ബീഡ്സാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓർഡർ വന്ന വൈറ്റ് കളർ ബീഡ്സിൻ്റെയാണ്. ഞാൻ അത് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഞാൻ മുമ്പ് ഇതിന് മേലെ തന്നെ ഞാൻ കാണിക്കാം കേട്ടോ എനിക്ക് ഓർഡർ വന്ന ക്ലിപ്പ്. ഇത് കണ്ടു, ഈ മേലെ കൊടുത്തിരിക്കുന്ന ക്ലിപ്പാണ് ആക്ച്വലി അവർ ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ ഇതിൽ ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ വന്നിട്ട് ആഷ് കളർ ആ ഒരു ഫ്ലവർ ആയിരുന്നു. പക്ഷേ ഞാൻ അതിന് പകരം വെച്ചത് യെല്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതെൻ്റെ കയ്യിൽ ആ ഷീറ്റ് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ബീഡ്സ് ഒക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സെയിൽ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാട്ടെ. എനിക്കൊരു വിരോധമില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പക്ഷേ എൻ്റെ ഫോട്ടോ അങ്ങനെ
അങ്ങനെ എടുത്ത് കോപ്പി ചെയ്ത് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഇടരുത്. നിങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളായിട്ട് തന്നെ മീൻസ് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ വീഡിയോസ് ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് റീച്ചും കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നല്ല റീച്ച് ഉണ്ടാവും. വീണ്ടും നമുക്ക് വീഡിയോ ഇടാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അടുത്തൊരു വീഡിയോ